കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിർമ്മാണം നടത്തുന്ന തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് അടുത്ത വർഷം ജനങ്ങൾക്കായി തുറന്നു നൽകും. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ ആണ് പുത്തൂരിലേത്. വലിപ്പത്തിൽ ഏഷ്യയിലെ രണ്ടാമത്തെ മൃഗശാലയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. വനം മന്ത്രി എ കെ ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി കെ രാജൻ എന്നിവർ മൃഗശാലയുടെ നിർമ്മാണ പുരോഗതികൾ വിലയിരുത്തി. പ്രകൃതിയും വനവും ഒരുക്കുന്നതിന് തുല്യമായ ആവാസ വ്യവസ്ഥ, പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉരകവർഗ്ഗങ്ങൾക്കും ഉതകും വിധം 23 ആവാസയിടങ്ങൾ, വിവിധ കാലാവസ്ഥകൾക്ക് അനുയോജ്യമാകുന്ന 9 തരത്തിലുള്ള നിർമ്മാണം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സൂ എന്ന ഖ്യാതിയുമായാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സജ്ജമാകുന്നത്. ഏക്കറിലായി 307 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സുവോളജിക്കൽ പാർക്ക് വലിപ്പത്തിൽ ഏഷ്യയിൽ 2ാം സ്ഥാനത്താണുള്ളത്. ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ ജോൺ കോയാണ് പദ്ധതിക്കായുള്ള രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മാണത്തിന് മേൽനോട്ടം നടത്തുന്നതും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണെങ്കിലും 1ാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നിർമ്മാണം ആരംഭിച്ചത്. 3 ഘട്ടങ്ങളിലായി നടത്തുന്ന നിർമ്മാണ ജോലികൾ പൂർത്തീകരിച്ച് അടുത്ത വർഷം ജൂണോടെ പാർക്ക് തുറന്ന് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കിഫ്ബിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളിലൊന്നാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്ന സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്ക് 2025 പൂർണ്ണമായും ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള സുവോളജിക്കൽ പാർക്ക് എന്ന സ്വപ്നം വേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്നാണ് കെ രാജനൊപ്പം പുത്തൂരിൽ സന്ദർശനം നടത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രനും പറഞ്ഞത്. 1 വർഷം മുൻപ് കേന്ദ്ര സൂ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചതു മുതൽ നിർമ്മാണ ജോലികൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. 2025 മാർച്ചോടെ തൃശൂർ മൃഗശാലയിലെ മുഴുവൻ ജീവികളെയും ഇവിടേക്ക് മാറ്റാനാകും. ഇന്ത്യയിലെയും കേരളത്തിലെയും വന്യജീവി സങ്കേതങ്ങൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവികളെയും പാർക്ക് തുറന്ന് പ്രവർത്തിക്കുന്നതോടെ പുത്തൂരിലേക്ക് എത്തിക്കാനാകുമെന്നും അവലോകന യോഗത്തിനു ശേഷം മന്ത്രിമാർ അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.